അമേരിക്കയിലേക്കുള്ള ഞങ്ങളുടെ യാത്രയ്ക്ക് തൊട്ടു മുമ്പ് ഞങ്ങൾ പോകുന്നത് ഫ്രാൻസിലേക്കായിരുന്നു, പാരീസിലേക്കായിരുന്നു. പാരീസിൽ വെച്ചിട്ട് ഇൻഡോ ഫ്രാൻസ് ന്യൂക്ലിയർ സമ്മിറ്റ് നടക്കുകയുണ്ടായി. അവിടുത്തെ ആണവ ഉച്ചകോടിയിൽ പങ്കെടുത്ത് 4 ദിവസത്തിന് ശേഷമാണ് ഞങ്ങൾ ഐക്യരാഷ്ട്രസഭയുടെ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പോകുന്നത്. 2005 വളരെ നിർണായകമായ ഒരു തീരുമാനം മൻമോഹൻ സിംഗ് സർക്കാർ എടുത്തത്. ഇന്ത്യ അമേരിക്ക ആണവ കരാറിൽ, അന്ന് ജോർജ് ബുഷ് ആയിരുന്നു അമേരിക്കയുടെ പ്രസിഡന്റ്. അന്ന് ആദ്യമായിട്ട് ജോർജ് ബുഷുമായ ഒരു കരാറിൽ മൻമോഹൻ സിംഗ് ഏർപ്പെടുന്നുണ്ട്. ഇടതുപക്ഷ മുന്നണി പിന്തുണച്ചിട്ടാണ് ഐക്യമുന്നണി സർക്കാർ നിലനിന്നിരുന്നത് എന്ന കാര്യം നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ഏതാണ്ട് 62 എംപിമാരാണെന്ന് CPM നേതൃത്വം കൊടുത്തിട്ടുള്ള ഇടതുപക്ഷ മുന്നണിക്ക് ഉണ്ടായിരുന്നത്. അവർ പുറത്തുനിന്ന് ആ സർക്കാരിനെ പിന്തുണയ്ക്കുകയായിരുന്നു. ആ സമയത്താണ് ഇൻഡോ അമേരിക്കൻ ആണവ കരാർ 123 എഗ്രിമെന്റ് എന്നാണ് അത് അറിയപ്പെടുന്നത്. അതിന്റെ ആദ്യത്തെ ഡ്രാഫ്റ്റ് ഉണ്ടാകുന്നത് 2005 അമേരിക്കൻ സന്ദർശനത്തിൽ വെച്ചാണ്. ആ സന്ദർശനത്തിൽ വെച്ചിട്ട് ജോർജ് ബുഷും മൻമോഹൻ സിംഗും ചേർന്നുകൊണ്ടാണ് അത്തരത്തിലൊരു ആണവ ഐക്യ കരാറ് ഉണ്ടാക്കാൻ തീരുമാനിച്ച വിവരം പ്രഖ്യാപിക്കുന്നത്. അത് ന്യൂയോർക്കിൽ വെച്ചിട്ടായിരുന്നു. അന്ന് ഞാൻ ആ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷമാണ് ഏറ്റവും നിർണായകമായ തീരുമാനങ്ങളൊക്കെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പിന്നീട് ഉണ്ടാകുന്നത്. UPA സർക്കാരിനുള്ള പിന്തുണ ഇടതുപക്ഷം പിൻവലിക്കുന്നത് 2008 ഇൻഡോ അമേരിക്കൻ ആണവ കരാറിനെതിരായിട്ടായിരുന്നു. പക്ഷേ പിന്തുണ പിൻവലിച്ചതിന് ശേഷവും ഐക്യമുന്നണി സർക്കാർ മുന്നോട്ട് പോകുക തന്നെ ചെയ്തു. വേണ്ടത്ര ഭൂരിപക്ഷം സമാഹരിക്കുന്നതിൽ മൻമോഹൻ സിംഗ് വിജയിച്ചു. എന്ന് മാത്രവുമല്ല, 2009 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും മൻമോഹൻ സിംഗിന്റെ നേതൃത്വത്തിലുള്ള സർക്കാരിന് ഇന്ത്യൻ ജനത ഒരിക്കൽ കൂടി അംഗീകാരം നൽകുകയും അടുത്ത 5 വർഷം അവർ ഇന്ത്യ ഭരിക്കുകയും ചെയ്തു. അങ്ങനെ 2004 മുതൽ 2014 വരെയുള്ള 10 വർഷക്കാലം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാൻ കഴിഞ്ഞ നേതാവാണ് ഡോക്ടർ മൻമോഹൻ സിംഗ്. ഞാൻ വിചാരിക്കുന്നത് ജവഹർലാൽ നെഹ്റു, ഇന്ദിരാഗാന്ധി, നരേന്ദ്രമോദി എന്നീ 3 പേർക്ക് ശേഷം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രിയായിരുന്നിട്ടുള്ള നേതാവാണ് ഡോക്ടർ മൻമോഹൻ സിംഗ്. ഞാൻ അദ്ദേഹത്തെ വ്യക്തിപരമായി ഓർക്കുന്നത് വളരെ ശക്തനായ ഒരു ഡിപ്ലോമാറ്റ് ആയിരുന്നു. നമുക്കൊക്കെ അറിയാവുന്നതുപോലെ അനാവശ്യമായി എന്തെങ്കിലും സംസാരിക്കുന്ന ഒരു പ്രകൃതം മൻമോഹൻ സിംഗിന് ഉണ്ടായിരുന്നില്ല. വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് അദ്ദേഹം വാർത്താ സമ്മേളനം നടത്തിയിട്ടുള്ളത്. പക്ഷേ എല്ലാ വർഷവും കൃത്യമായി അദ്ദേഹത്തിന്റെ സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് കൃത്യമായ വിവരണങ്ങൾ മാധ്യമങ്ങളോട് നൽകിയിരുന്നു. നരേന്ദ്രമോദി അടക്കമുള്ള നേതാക്കൾ മൻമോഹൻ സിംഗിനെ കളിയാക്കിയിരുന്നത് നിശബ്ദത പാലിക്കുന്ന മുഖ്യമന്ത്രി എന്നാണ്. ഒരർത്ഥത്തിൽ നരസിംഹറാവുവും അങ്ങനെ തന്നെയായിരുന്നു. ആവശ്യമില്ലാത്ത ഒരു സമയത്തും എന്തെങ്കിലും സംസാരിക്കുന്ന രീതി റാവുവിനുണ്ടായിരുന്നില്ല. റാവുവിന്റെ ഒരു പിന്തുണച്ചക്കാരൻ